പറയാനുള്ളത്. നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ലൈറ്റൻ ചെയ്ത് ബ്രൈറ്റൻ ചെയ്ത് കുറച്ചും കൂടി വെളുപ്പ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട്, ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അഷ്യൂർ നാച്ചുറലിന്റെ ലൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത്. ഇതിൽ ഓൾറെഡി സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 15 അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന പാഷൻ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും സീഡ് ഓയിലും ആണ്. ഇത് നമ്മള് എന്താ പറയാ, പ്രൊട്ടക്ട്സ് ഫ്രം ഫ്രീ റാഡിക്കൽസ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് സെൽസ് ഫ്രം ഫ്രീ റാഡിക്കൽസ്. നമ്മുടെ സെൽസിൽ വരുന്ന ഡാമേജസിനൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ നമ്മുടെ ഫേസിൽ വരുന്ന ഡാർക്ക് സ്പോട്ട്സ്, കറുത്ത പാടുകളൊക്കെ മിനിമൈസ് ചെയ്യും. ആക്നെയുടെ സ്കാർസ്, നമ്മളെ ആ പിമ്പിൾസ് വന്നിട്ട് ചുരുങ്ങിയിട്ടുള്ള ആ ഒരു പാടുകള്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല റേഡിയന്റ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ, നമ്മുടെ പിഗ്മെന്റേഷൻ, കരിവാളിപ്പ്, നമ്മുടെ ഫേസിൽ കരിവാളിപ്പ് വരുമ്പോൾ നമ്മുടെ സ്കിൻ ടോണ് പല കളറിലൊക്കെ ആയിട്ട് നമ്മുടെ ഫേസ് കാണാം. ചില ഭാഗം വെളുത്തിട്ട് ചില ഭാഗം കറുത്തിട്ട്. അതാണ് കരിവാളിപ്പ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ബാലൻസിങ്ങിലാവില്ല നമ്മുടെ സ്കിൻ ടോണിന്റെ കളർ വരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരേ ലെവൽ എന്താണ് നമ്മളെ നാച്ചുറൽ കളർ, നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള നാച്ചുറൽ കളർ എന്താണോ അതിലേക്ക് നമ്മള് വീണ്ടും എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി നമുക്കൊരു കളറ് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല നാച്ചുറലി. അപ്പൊ നമുക്കുള്ള ഒരു കളറ് നമ്മള് അശ്രദ്ധ കാരണം, ഇവൺ ഈ പറഞ്ഞ പോലെ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് ടാൻ വന്ന് പിഗ്മെന്റേഷൻ വന്നിട്ടൊക്കെ നമ്മള് ശ്രദ്ധിക്കാതെ നമുക്ക് പോകുന്നുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മളെ ആക്ച്വൽ കളറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നാച്ചുറൽ ലൈറ്റനിങ് ക്രീം. നല്ല ഗ്ലോ നിലനിർത്തി സോഫ്റ്റ് സ്കിന്നൊക്കെ ആയി നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറ്റി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതും ഒരു സ്കിൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് അഷ്യൂർ നാച്ചുറലിന്റെ ലൈറ്റനിങ് ക്രീം. ഇതിന്റെ MRP വരുന്ന ₹425 ആണ്. DT 360 ആണ്. ഇതും നമുക്ക് ഇപ്പൊ ഡേ ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈറ്റനിങ് ക്രീം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പനി ഒരുപാട് വെറൈറ്റീസ് നമുക്ക് തരുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾക്ക് ഇവിടെ നിരവധി ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഏതാണോ സൂട്ട് ആവുന്നത്, നമുക്ക് ഏതാണോ ഇഷ്ടമാവണത്, ഈവൻ ഒരു സ്മെല്ല് വരെ നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. എല്ലാത്തിനും വളരെയധികം സൂപ്പർ സ്മെല്ലാണ്, ഫീൽ ഗുഡ് ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് എല്ലാം തന്നെ. അപ്പൊ അത് നമുക്ക് ഏതാണോ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് എന്നുള്ള നോക്കിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഡേ ക്രീമിന് പകരം മോയ്സ്ചറൈസർ ലെവലിലാണ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ നമുക്ക് ലൈറ്റനിങ് ക്രീം കൊടുക്കാം. ലൈറ്റനിങ് ക്രീമിന്റെ മേലെ നമ്മൾ ലാസ്റ്റ് വേണം എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി റുട്ടീനിൽ കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പിന്റെ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ മേലെ നമ്മൾ വീണ്ടും പിന്നെ ഫൗണ്ടേഷൻ ഇടാം. സൺസ്ക്രീൻ മേലെ ഫൗണ്ടേഷൻ, കോമ്പാക്ട് പൗഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ബേസ് ഇടണം എപ്പോഴും ഫേസിൽ. അതിന്റെ മേലെ നമ്മൾ പിന്നെ എന്ത് ക്രീം അപ്ലൈ ചെയ്താലും സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് CTM നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നും നമ്മൾ CTM ശീലമാക്കണം. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ. അത് എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യുക. ആ മോയ്സ്ചറൈസറിന്റെ മേലെ പിന്നെ എന്ത് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് എഫക്ട് ചെയ്യില്ല, യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അതിന്റെ മേലെ നമുക്ക് എന്ത് ക്രീം വേണമെങ്കിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ഫേസ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. അഷ്യൂർ നാച്ചുറൽ ഹെയർ മാസ്ക്. വളരെ ഇൻസ്റ്റന്റ് റിസൾട്ട്